ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണറിന് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങിയോ, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളോടത് പറയാതെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ടുള്ള കുറച്ച് സയൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പലരും ഇത്തരം സയൻസ് കാണിച്ചാലും നമ്മൾ പലരും അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ താല്പര്യം മാത്രമാണ്. ഒരു റിലേഷൻഷിപ്പ് വേണ്ട, മതിയാക്കാമെന്ന് തോന്നുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കാണിക്കുന്ന കുറച്ച് സയൻസ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുന്നില്ല എന്നതാണ്. അവർ വളരെ ഫ്രീ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. എങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട് കണക്കാക്കാം. കൂടുതലായിട്ട് അവർ നിങ്ങൾക്ക് അൺഅവൈലബിൾ ആകുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ അവർക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളോട് സമയമില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ആ ഫ്രീ ടൈം കിട്ടുമ്പോഴും അവർ ആ സമയം മറ്റു പലരുമായി ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയാലും നിങ്ങളെ വിളിക്കാനോ സംസാരിക്കാനോ കാണാനോ ഒന്നും അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അത്തരത്തിൽ അവർ പറയാതെ പറയുന്ന ഒരു സൈനാണിത്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനോ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ സമയമുണ്ടെങ്കിൽ പോലും അവരതിന് തയ്യാറാവുന്നില്ല, അവർക്കതിന് താല്പര്യമില്ല. അത്തരത്തിൽ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ അവർ ഫ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫ്രീ ആയിരിക്കുന്നത് നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാകും. എങ്കിൽ പോലും അവർ നിങ്ങളോട് നിങ്ങൾ എന്തെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചൊരു മെസ്സേജ് കണ്ടിട്ട് എന്താ നീ ഇങ്ങനെ അയച്ചിരിക്കുന്നത്, അത്തരത്തിലെല്ലാം അവർ ഒരു രീതിയിലും റിപ്ലൈ തരുന്നില്ല, ഒരു രീതിയിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അവരായിട്ട് മുൻകൈ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ്. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും അവരൊന്ന് റീച്ച് ആവുകയാണെങ്കിൽ പോലും അവരതിൽ നിന്നും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് ശ്രമിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അത്തരത്തിലെല്ലാം പറഞ്ഞ് അവരത് സ്റ്റോപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകും. മൂന്നാമത്തെ സൈനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളായിട്ട് അവരോട് സംസാരിക്കാൻ പോയാലും അതുപോലെ തന്നെ അവരായിട്ട് നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും, നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസ് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരോട് ഷെയർ ചെയ്താലും സംസാരിക്കാൻ ചെന്നാലും അതിനായിട്ട് അവർ തിരിച്ച് പ്രതികരിക്കുന്നത് അവർക്ക് സമയമില്ലാത്തതുപോലെയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തതുപോലെയോ ആയിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ അവർ കാണിച്ചിരുന്ന യാതൊരുവിധ ഇൻട്രസ്റ്റും പിന്നീട് അങ്ങോട്ട് സംസാരിക്കുന്നതിൽ അവർക്കുണ്ടായിരിക്കില്ല. അതുപോലെ അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞാലും അവർക്ക് സമയമുണ്ടായിരിക്കും. അതുപോലെ അവർ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അവരത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്കും പലപ്പോഴും കാണാൻ സാധിക്കുകയും ചെയ്യും. എങ്കിൽ പോലും അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് താല്പര്യമില്ലായ്മയും ഇഷ്ടക്കുറവുമെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അതവർ പറയാതെ പറയുന്ന ഒരു സൈനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വളരെ റെയറായിട്ടായിരിക്കും വാട്സപ്പ് മെസ്സേജിനെല്ലാം റിപ്ലൈ കിട്ടുന്നതും അതുപോലെ അവരായിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതും. അതുപോലെ തന്നെ അടുത്തതായിട്ട് അവർ കാണിക്കുന്നൊരു രീതിയാണ്, നിങ്ങളിപ്പോൾ അവർക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് വളരെ ലേറ്റായിട്ട് റിപ്ലൈ അയക്കുക. ഇന്ന് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ആ മെസ്സേജ് വാട്സപ്പിൽ വരുന്നുണ്ടാകാം, അതുപോലെ തന്നെ അവർ ആ മെസ്സേജ് തുറന്ന് നോക്കുന്ന പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും അവർ തുറന്ന് നോക്കുന്നതും അതിന് റിപ്ലൈ അയക്കുന്നതുമെല്ലാം. ഇതെല്ലാം അവർ നിങ്ങളോട് പറയാതെ പറയുന്നതാണ്. ഇത്തരത്തിലെല്ലാം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഫെയ്ഡ് ഓഫ് ആവുകയാണ്. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നതും. അതുപോലെ അടുത്ത സൈനാണ്, ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുക. അത് പല പ്രവൃത്തികളിലൂടെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അവർ എടുക്കുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളെ അവർ അറിയിക്കുകയോ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയോ ചെയ്യുകയില്ല. അത് കഴിഞ്ഞ് അത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ പോലും അവരതിന് വളരെ താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്കുള്ള റിപ്ലൈ തരുന്നതും. മാക്സിമം നിങ്ങളെ അതിന് അവോയ്ഡ് ചെയ്യാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുപോലെ ഇത്തരത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൂടുതലായിട്ടും. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു കുറ്റം കണ്ടെത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നിങ്ങളോട് വ്യക്തമാക്കുകയും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുകയും നിങ്ങളെ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളതിന് ഓപ്പോസിറ്റ് സംസാരിക്കുകയും ആർഗ്യൂ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും അകറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ.
ഇതിൽ പറഞ്ഞ സൈനുകളെല്ലാം ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് മനസ്സിലാക്കണം, അതിനനുസരിച്ച് നിൽക്കുകയും വേണം. ഒരു വ്യക്തി നമ്മളെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് കണ്ടറിഞ്ഞ് അതിൽ നിന്നും മാറി അകന്നു വരുവാനായിട്ട് നമുക്കും സാധിക്കണം. ഒരിക്കലും നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ പോയി അവരെ ശല്യം ചെയ്യാതിരിക്കുവാനായിട്ട് നമുക്ക് ഈ വീഡിയോ സഹായമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഫെയ്ഡ് ഓഫ് ആകുന്നത്, ഒരു വ്യക്തി നമ്മളോട് അൺഅവൈലബിൾ ആകുന്നത്, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാതാകുന്നത്, നിങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നത്, ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നതാണ്. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടും നിങ്ങൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടത്തിന് കാരണമാവുക മാത്രമാണ് ചെയ്യുക. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഒരു വ്യക്തി പറയാതെ പറയുകയാണ് ഈ സൈനുകളെല്ലാം കാണിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇത്തരത്തിലെല്ലാം ഉള്ള സൈൻസ് നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നും ഫീൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിനവർ വില്ലിങ് ആവുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്നും മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുക.